ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യൂറോപ്പിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് മലയാളികളിൽ നിന്നടക്കം ലക്ഷങ്ങൾ തട്ടിയെടുത്ത് കമ്പനി ജീവനക്കാർ മുങ്ങിയതായി പരാതി. അൽഖ്വൈറിലെ KMT ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തനം അവസാനിപ്പിച്ചതായി നോട്ടീസ് പതിച്ചിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശിയുടെ പരാതിയിൽ മസ്കറ്റ് റൂവി കോടതിയിൽ കേസ് നടന്നു വരുന്നതിനിടയിലാണ് കമ്പനി പ്രവർത്തനം നിർത്തിയത്. ഇദ്ദേഹമടക്കം നിരവധി പ്രവാസികളിൽ നിന്നും ലക്ഷങ്ങളാണ് തട്ടിയെടുത്തിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും തട്ടിപ്പിനിരയായവരിൽ ഉൾപ്പെടുന്നു. വിസ പരസ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 2023 കാസർഗോഡ് സ്വദേശി കമ്പനിയെ സമീപിക്കുന്നത്. 1200 റിയാൽ കൊടുത്താൽ 6 മാസത്തിനുള്ളിൽ വിസ റെഡിയാക്കി തരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആദ്യ ഗഡുവായി 500 റിയാൽ കൈമാറി. 3 മാസമായിട്ടും വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് കമ്പനിയെ സമീപിച്ചപ്പോൾ വിസ അപേക്ഷ തള്ളിയിരിക്കുകയാണെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് കാസർഗോഡ് സ്വദേശി പറഞ്ഞു. തുടർന്ന് റീഫണ്ടിനായി അപേക്ഷിച്ചപ്പോൾ കുറഞ്ഞ ചെലവിൽ മറ്റൊരു രാജ്യത്തേക്ക് വിസ വാഗ്ദാനം ചെയ്തു. ഒപ്പം തൻ്റെ സുഹൃത്തുക്കൾക്കും മറ്റും ഈ കമ്പനിയെ പരിചയപ്പെടുത്തിയാൽ വിസ ചെലവിൽ ഇളവ് തരാമെന്നും അറിയിച്ചു. ഇതേ തുടർന്ന് ഇദ്ദേഹം നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കമ്പനിയെ പരിചയപ്പെടുത്തി. ഇങ്ങനെ 9 പേർ ആദ്യ ഗഡുവായി 1 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യൻ രൂപ കൈമാറി. മാസങ്ങൾക്ക് ശേഷം ഇതിലൊരാൾക്ക് വർക്ക് പെർമിറ്റ് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അറിയിപ്പ് ലഭിച്ചു. അയാൾ മുഴുവൻ പൈസ അടയ്ക്കുകയും ചെയ്തു. തുടർന്ന് എംബസി ഇന്റർവ്യൂവിന് തീയതി നൽകിയെങ്കിലും ഓരോ ദിവസം പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇതിൽ പന്തികേട് തോന്നിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് താനും നാട്ടിലുള്ളവരും വലിയ ചതിയിലാണ് പെട്ടിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് കാസർഗോഡ് സ്വദേശി പറഞ്ഞു. നിരവധി തവണ കമ്പനിയെ നേരിട്ട് സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല. മാത്രമല്ല തന്നെ പോലെ നിരവധി തട്ടിപ്പിനിരയായവരെ കാണാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു. പലരെയും കമ്പനിയുടെ ക്യാബിനിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. CEO, മാനേജർ പോസ്റ്റുകളിലെല്ലാം മുംബൈ സ്വദേശികളാണ്. വേനൽക്കാലത്ത് വൈദ്യുതി ബിൽ ഉയരില്ല. മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലേക്ക് നിശ്ചിത നിരക്കുകൾ നിർണയിച്ച് പബ്ലിക് സർവീസസ് റെഗുലേറ്ററി അതോറിറ്റി ഉത്തരവിറക്കി. താമസ കെട്ടിടങ്ങളിലെ ബേസിക് അക്കൗണ്ടുകൾക്ക് മാത്രമാണ് ഇളവ് ലഭിക്കുക. പ്രവാസികൾക്ക് സ്വന്തം പേരിലുള്ള അക്കൗണ്ടുകൾക്കും ഒമാനിയുടെ പേരിലുള്ള ആദ്യ അക്കൗണ്ടിനും മാത്രമായിരിക്കും നിരക്കിളവ്. ഈ വർഷം ബേസിക് വിഭാഗത്തിലെ ഉപഭോക്താക്കളിൽ മെയ് മാസത്തിൽ 0 മുതൽ 4000 കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് 15%, 4001 കിലോവാട്ട് മുതൽ 6000 കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് 10%മാണ് ഇളവ് ലഭിക്കുക. എന്നാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 0 മുതൽ 4000 കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് 20%, 4001 കിലോവാട്ട് മുതൽ 6000 കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് 15% ഇളവ് ലഭിക്കും. കനത്ത ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വരും മാസങ്ങളിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഉയർന്ന ബില്ലിനും ഇടയാക്കും. ഇത് പരിഗണിച്ചാണ് ബില്ല് കുറച്ചു നൽകാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഒമാനിൽ ഭൂരിഭാഗം പ്രവാസികളുടേതും സെക്കൻഡറി അക്കൗണ്ടുകളാണ്. ഇതിനാൽ തന്നെ പലർക്കും ഈ ആനുകൂല്യം ലഭ്യമാകില്ല. സ്വന്തം പേരിലുള്ള അക്കൗണ്ട് വഴി വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ഈ തീരുമാനം വലിയ ആശ്വാസം പകരും. കുറ്റകൃത്യങ്ങളെക്കുറിച്ചും സംശയാസ്പദമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനി ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെട്രാഷ് ആപ്പിലൂടെ അധികൃതരെ വിവരം അറിയിക്കാം. വളരെ വേഗത്തിലും ലളിതമായും ഇത്തരം സുരക്ഷാ സംബന്ധമായ വിവരങ്ങൾ ക്രിമിനൽ എവിഡൻസ് ആൻഡ് ഇൻഫർമേഷൻ വകുപ്പിനെ അറിയിക്കാനുള്ള സൗകര്യമാണ് ഈ ആപ്പിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതോറിറ്റികളുടെ പ്രതികരണ സമയം കൂടുതൽ വേഗത്തിലാക്കാനും രാജ്യത്തെ ജനതയുടെ സുരക്ഷ ശക്തിപ്പെടുത്താനും പുതിയ സൗകര്യം സഹായകമാകും. അടുത്തിടെയാണ് കൂടുതൽ സവിശേഷതകളുമായി പുതിയ മെട്രാഷ് ആപ്പ് പുറത്തിറക്കിയത്. വിവിധ ഭാഷകളിലായി 200-ലധികം സേവനങ്ങളാണ് രാജ്യത്തെ പൗരന്മാർക്കും പ്രവാസി താമസക്കാർക്കുമായി മന്ത്രാലയം മെട്രാഷിലൂടെ നൽകുന്നത്. മെട്രാഷ് ആപ്പിലെ പ്രധാന മെനുവിലെ സെക്യൂരിറ്റി ഐക്കൺ ക്ലിക്ക് ചെയ്ത് സെക്യൂരിറ്റി കംപ്ലയിന്റിൽ പ്രവേശിക്കാം. അതിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് 6ാമത്തെ ഓപ്ഷനായ CID എന്നത് തിരഞ്ഞെടുക്കണം. കമ്മ്യൂണിറ്റി സുരക്ഷാ വകുപ്പ്, ക്യാപിറ്റൽ സെക്യൂരിറ്റി വകുപ്പ് എന്നിവയ്ക്ക് ഇടയിലായാണ് ഈ ഓപ്ഷൻ ഉള്ളത്. ആപ്ലിക്കേഷൻ ടൈപ്പ് എന്ന മെനുവിൽ എന്ത് തരം അപേക്ഷയാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കണം. പ്രൊവൈഡ് ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വേണം ഇത് ചെയ്യാൻ. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ കാണുന്നവയിൽ ഏത് തരം കുറ്റകൃത്യമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് തിരഞ്ഞെടുക്കണം. വാഹനം, വ്യക്തി, സ്ഥാപനം, വീട് എന്നിവ സംബന്ധിച്ച സംശയം അല്ലെങ്കിൽ കുറ്റകൃത്യം സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയിൽ ഏതാണോ എന്നത് തിരഞ്ഞെടുക്കണം.
സംഭവത്തിന്റെ പൊതുവിവരം, ചിത്രങ്ങൾ, ഇന്റർആക്റ്റീവ് മാപ്പിലൂടെ വിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ ഉൾപ്പെടെ നൽകാം. എല്ലാ വിവരങ്ങളും നൽകിയ ശേഷം നൽകിയ വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ ചെക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം സബ്മിറ്റ് നൽകാം. സൗദിയിലെ ആരോഗ്യരംഗത്തെ പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പ്രവണതകളും പെരുമാറ്റങ്ങളും നിരീക്ഷിക്കുന്നതിനുമായി ആരോഗ്യ മന്ത്രാലയം ഫീൽഡ് സന്ദർശനങ്ങൾ ആരംഭിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ മുൻനിര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആരോഗ്യമേഖലയിൽ ഏറ്റവും പുതിയ ക്രമീകരണങ്ങൾ കൊണ്ടുവരുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ലോകാരോഗ്യ സർവേ പ്ലസിന്റെ രീതിശാസ്ത്രങ്ങളും ചോദ്യാവലികളും ഈ ഉദ്യമത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് സർക്കാർ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. രാജ്യത്തെ ജനസംഖ്യയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു സമഗ്ര ഡാറ്റാബേസ് നൽകുക എന്നതാണ് സർവേയുടെ ലക്ഷ്യം. സുസ്ഥിര വികസന ലക്ഷ്യ സൂചകങ്ങൾ ട്രാക്ക് ചെയ്യുക, വിട്ടുമാറാത്ത രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് പിന്തുണ നൽകുക, ആരോഗ്യകരമായ പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം വളർത്തുക, സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആരോഗ്യ സേവനങ്ങളുടെ വികസനത്തിന് വഴി കാട്ടുക എന്നിവയും ഇത് ലക്ഷ്യമിടുന്നു. സൗദി അറേബ്യയിലെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള പാസ്പോർട്ട് സേവനങ്ങൾ ഇനി മുതൽ പുതിയ ഏജൻസി വഴിയായിരിക്കും ലഭ്യമാവുക. നിലവിലുള്ള ഔട്ട്സോഴ്സിംഗ് സേവനദാതാവിന്റെ കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്നാണ് ഈ മാറ്റം വരുന്നത്. അലങ്കിറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയായിരിക്കും ഇനി ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. ഇത് സൗദിയിലെ വലിയൊരു വിഭാഗം പ്രവാസി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു അറിയിപ്പാണ്. പുതിയ ഏജൻസി എപ്പോഴായിരിക്കും സേവനങ്ങൾ ഏറ്റെടുക്കുക എന്നതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഇന്ത്യൻ എംബസി അധികൃതർ ഉടൻ പുറത്തിറക്കും. സേവനങ്ങളുടെ ലഭ്യതയിലും ഗുണമേന്മയിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാസ്പോർട്ട് പുതുക്കൽ, പുതിയ പാസ്പോർട്ടിനുള്ള അപേക്ഷ, പാസ്പോർട്ടിലെ വിവരങ്ങൾ തിരുത്തൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഈ പുതിയ ഏജൻസി വഴിയായിരിക്കും ഇനി ലഭ്യമാവുക. ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, പുതിയ ഏജൻസി സേവനങ്ങൾ ആരംഭിക്കുന്ന തീയതിയും അവരുടെ പ്രവർത്തന രീതികളും എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ മറ്റ് അംഗീകൃത വാർത്താ മാധ്യമങ്ങളിലൂടെയോ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും വേണം. സേവനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ വായിക്കുന്നത് വളരെ പ്രധാനമാണ്. രണ്ടാമതായി, പുതിയ ഏജൻസിയുടെ സേവന നിരക്കുകളിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള നിരക്കുകളിൽ നിന്നും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് സാമ്പത്തിക ആസൂത്രണത്തിന് സഹായിക്കും. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും എംബസി വെബ്സൈറ്റിൽ വരും ദിവസങ്ങളിൽ ലഭ്യമാകും. പുതിയ ഏജൻസി സേവനങ്ങൾ ആരംഭിക്കുമ്പോൾ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ പാസ്പോർട്ട് സംബന്ധമായ അടിയന്തര ആവശ്യങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് നിലവിലുള്ള സംവിധാനം വഴി അപേക്ഷ നൽകാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കാലാവധി കഴിയാറായ പാസ്പോർട്ടുകൾ പുതുക്കുന്നതിനും മറ്റ് അപേക്ഷകൾ നൽകുന്നതിനും കാലതാമസം ഒഴിവാക്കാൻ നേരത്തെ തന്നെ തയ്യാറെടുക്കുന്നതും നല്ലതാണ്. 18 വർഷത്തിലേറെയായി VFS ആണ് സൗദിയിൽ CPV സേവനങ്ങൾ നൽകി വരുന്നത്. അപ്രതീക്ഷിതമായി VFSന്റെ കരാർ സേവനങ്ങൾ അവസാനിച്ചത് പ്രവാസികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അവരുടെ സേവനം സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതകളും പരാതികളും ഉയർന്നിട്ടുണ്ട്. പുതിയ കമ്പനിയുടെ സേവനം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രവാസികൾ.